ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അഡീനിയം ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ്. ഈ ചൂട് സമയത്തും അഡീനിയം വിത്ത് പാകി മുളപ്പിച്ചതിന് ശേഷം അത് നല്ല കരുത്തുള്ള തൈകളായിട്ട് വളർന്നു വരാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ, പിന്നെ അതിൻ്റെ കെയറിങ് ടിപ്സൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ അഡീനിയത്തിൻ്റെ വിത്ത് പാകി അത് മുളച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞതാണേ. ഇത് നമ്മൾ പാകുന്നതിന് മുൻപേ സൂഡോമോണസിൻ്റെ ലൈനിയിൽ മുക്കിയതിന് ശേഷം അത് നമുക്ക് ഒരു 1/2 സ്പൂൺ സൂഡോമോണസ് 1 ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം അതിൽ നമ്മൾ വിത്തുകൾ ഇട്ട് ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്ക് വിത്ത് പാകാവുന്നതാണ്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ തൈകളെല്ലാം മുളച്ച് വരും, ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്പോൾ നമ്മൾ പാകാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ചകിരിച്ചോറും മേൽമണ്ണും കൂടെ മിക്സ് ചെയ്ത ഒരു മിക്സലാണ് നമ്മളത് പാകിയിരിക്കുന്നത്. വിത്ത് പാകിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചകിരിച്ചോറ്, നമ്മൾ നനഞ്ഞ ചകിരിച്ചോറുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം. അത് വളരെ കുറച്ച് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയേ, ഒന്ന് തൂക്കി കൊടുത്താൽ മതി. പാകിയതിന് ശേഷം ഇതുപോലെ നമ്മൾ നല്ല വിസ്താരമുള്ള ഒരു ബാസ്ക്കറ്റിലോ അങ്ങനെ വല്ലതും നമ്മൾ പാകാൻ ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ ആ ഷെയ്ഡിൻ്റെ കീഴിലും കാണാം, വെയിലൊന്നും അടിക്കാത്ത ഭാഗത്ത് നമ്മളിതിനൊരു ഹ്യൂമിഡിറ്റി ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇതൊന്ന് അടച്ചും കൂടെ നമ്മൾ വല്ല പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഇട്ടൊന്ന് മൂടിയിടുന്നത് നല്ലതാണേ. പെട്ടെന്ന് അത് കിളിർക്കാൻ സഹായിക്കും. പിന്നീട് ഒരാഴ്ചക്കകം അത് മുളച്ചു വരുമേ. അപ്പോൾ നമ്മൾ ഒന്നട വിട്ടുള്ള ദിവസങ്ങൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നോക്കി മാത്രം വെള്ളം നനച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം നമ്മൾ കുത്തി ഒഴിക്കരുത്. ചെറിയ രീതിയിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേ ആകാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത് മുളച്ച് വന്നിട്ടൊരു 10 ദിവസം കഴിഞ്ഞ തൈകളാണിത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും ചൂടായതുകൊണ്ട് മുളച്ച് വന്ന തൈകൾ നമ്മളുണ്ടല്ലോ എല്ലാ ദിവസവും ചെറിയ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണേ. ചെറിയ രീതിയിൽ ഒരു ദിവസം ഈവനിങ്ങിലാണ് ഞാൻ നനച്ചു കൊടുക്കുന്നത്. വിത്ത് മുളച്ച് ഇതുപോലെ ചെറിയ തൈയായി നിൽക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സൺലൈറ്റിലോട്ട് കൊണ്ട് വെക്കരുതേ. അതിനുശേഷം ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ എടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സൂര്യപ്രകാശം കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് ഉണങ്ങുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ. വെള്ളം കൂടാനും പാടില്ല, കുറഞ്ഞു പോകരുത്. വലിയ ചെടിയാണെങ്കിലും അതുപോലെയാണല്ലോ, നമ്മൾ വെള്ളം കൂടാനും പാടില്ല, കുറഞ്ഞു പോകരുത്. ഇതിന് വെള്ളം നമ്മൾ ചെറിയ തൈയാന്നോർത്ത് വെള്ളം കൊടുക്കാതിരിക്കരുത്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. അപ്പം വെള്ളം കൂടുതലും ആകാനും പാടില്ല. നമ്മുടെ എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു അഡീനിയാണിത്. നമ്മൾ ഇതിനെ പ്രൂണിങ് ചെയ്യാൻ ഓർത്തിട്ട് പോലും നടക്കുന്നില്ല പൂക്കൾ കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമ്മൾ പൂക്കളുള്ളപ്പോൾ തന്നെ പ്രൂണിങ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എപ്പോഴും നിറഞ്ഞ പൂക്കളും മൊട്ടുകളുമാണേ. ഈ മണ്ണിൽ വളത്തിൻ്റെ അംശം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ചെറിയ അളവിൽ നമ്മൾ ഇതിന് വളം കൊടുക്കണം. വളം ഒന്നും കൂടി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വളം കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇതിന് വെള്ളം നനയ്ക്കുന്നത് പോലെ ഇതുപോലെ സ്പ്രെയർ വെച്ച് കണ്ട് ചെറിയതായിട്ട് സ്പ്രെയറിൽ ഇങ്ങനെ വീഴ്ത്തുകയാവുള്ളേ. അപ്പോൾ അതിൻ്റെ ആ മണ്ണൊക്കെ ഒന്ന് നനഞ്ഞു കിട്ടും. 1 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ തൈയെ ഒന്ന് മാറ്റി നടാൻ പറ്റുമേ. ഇപ്പം നമുക്കറിയാം ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഓരോരോ ചെടികളെടുത്ത് ചെറിയ ചെറിയ കുഞ്ഞി പോട്ടിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണേ. അതിനായിട്ട് ഈ ചെടി നല്ല രീതിയിൽ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇത് കണ്ടോ, യൂറിയയാണേ. 1 ഗ്രാമേ ഉള്ളത്, ചെറിയ ഒരു നുള്ളാണേ. ഒത്തിരി നിങ്ങൾക്ക് ഇപ്പം സ്പൂണിനകത്ത് ഇങ്ങനെ എടുത്തേക്കുമ്പോൾ കൂടുതലായിട്ട് തോന്നുമായിരിക്കും. ഒത്തിരിയൊന്നുമില്ല, ഒരു ചെറിയ സ്പൂൺ, ഒരു സ്പൂൺ അല്ല 1 ഗ്രാമൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലാണ് ലയിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ ഇതുപോലെ 1 സ്പൂൺ ചാണകപ്പൊടിയാണേ. ഇത് നല്ലപോലെ നമ്മൾ ആ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കണം. നല്ലതായിട്ട് ലയിപ്പിച്ചിട്ട് അതിൻ്റെ തെളി നമ്മളെടുത്ത് അരിച്ചെടുത്തിട്ട് നമുക്ക് സ്പ്രെയറിൽ ബോട്ടിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ. 1 സ്പൂണേ ഉള്ളൂ ചാണകപ്പൊടി. അരിച്ചെടുത്ത ആ മിക്സ് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രെയർ ബോട്ടിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് നമ്മുടെ ചെടി വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. യൂറിയയിലും നൈട്രൻ്റെ കണ്ടൻറ്റ് ചാണകത്തിലും നല്ലതായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ചെടി വളരാനിടയാവും. അപ്പം നിങ്ങളെയൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം.
ഈ അടീനിയത്തിൻ്റെ തൈയൊക്കെ മുളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് ഓരോ ചട്ടിയിലോട്ട് നമ്മളിതിനെ മാറ്റുന്നത്. ചെറിയ തൈയായിരിക്കുമ്പോൾ നമ്മൾ അതിനെ മാറ്റി നടുമ്പോൾ ചെറിയ പോട്ടിലോട്ട് മാറ്റി നടുക. അതിനന്നേരവും നമ്മൾ വളമൊന്നും അങ്ങനെ കൊടുക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരും. ഇതുപോലെ വളരാത്ത മുരടിച്ച് നിൽക്കുന്ന നമ്മുടെ അടീനിയം ഉണ്ടെങ്കിൽ അടീനിയത്തിന് നമുക്ക് യൂറിയ ഒരു 1/2 സ്പൂണൊക്കെ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്, കുറച്ച് വലുതായ ചെടിക്ക്. ഇപ്പം നമ്മൾ പറഞ്ഞ ഇതുപോലെ ചെയ്യുമ്പോൾ ചെറിയ അളവിലേ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്